ഓം ശ്രീ മഹാദേവി നമ. എല്ലാവർക്കും നമസ്കാരം. കൊടിമൂട്ടിലമ്മയുടെ തിരുസന്നിധിയിലേക്ക് നിങ്ങളേവരെയും ഈ ഉത്സവ നാളുകളിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കൊടിമൂട്ടിൽ ഭദ്രകാളി ക്ഷേത്രയോഗം ട്രസ്റ്റിൻ്റെയും ഈ വർഷത്തെ ഉത്സവ സംഘാടക സമിതിയുടെയും ഹാർദവമായ ഉത്സവ ആശംസകൾ നേരുകയാണ്. ഈ വർഷത്തെ ഉത്സവം പതിവുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും പാരമ്പര്യത്തെയും പിന്തുടർന്നുകൊണ്ട് തന്നെ വിവിധങ്ങളായ വൈവിധ്യപൂർണമായ പരിപാടികളിലൂടെയാണ് നടത്തുന്നത്. അതിലേറ്റവും പ്രധാനം ഒന്നാം ദിവസത്തെ പൊങ്കാല കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ചികിത്സാ ധനസഹായ വിതരണമാണ്. കിടപ്പ് രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തുടങ്ങി ഏറ്റവും അവശത അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഇത്തവണയും ആ സഹായം നമ്മൾ നൽകുന്നത്. ഇപ്രാവശ്യം 5000 രൂപ വീതം 35 പേർക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമ്മേളനം ഫെബ്രുവരി 27 പൊങ്കാല ദിവസം വൈകുന്നേരം 5 മണിക്ക് വിതരണം ചെയ്യും. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ സമൂഹ വിവാഹം, സാംസ്കാരിക സമ്മേളനം, കാവ്യസന്ധ്യ, വിവിധങ്ങളായ പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അറിയാനും അറിയിക്കാനും എന്ന പ്രഭാഷണ പരമ്പര, ഇതൊക്കെ സാധാരണ ഒരു ക്ഷേത്രോത്സവത്തിൽ കാണാത്ത ഇനങ്ങളാണ്. ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് കൊടിമൂട്ടിൽ ക്ഷേത്രോത്സവം എന്നും മറ്റു ക്ഷേത്രങ്ങൾക്കും നാടിനൊന്നാകെയും മാതൃകയായി നിലനിന്നു പോരുന്നത്. ഒന്നാമത്തെ സമൂഹ വിവാഹത്തിൽ, അത് മാർച്ച് 1 രാവിലെ 10 മണിക്കാണ്. അതിൽ 7 ജോഡി വധൂവരന്മാരാണ് വിവാഹിതരാകുന്നത്. തികച്ചും പിന്നോക്കാവസ്ഥയിലുള്ള പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. അതിന് വേണ്ടിവരുന്ന മൊത്തം തുകയും ക്ഷേത്രയോഗം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധ വ്യക്തികൾ, സ്ഥാപനങ്ങളൊക്കെ മനസ്സറിഞ്ഞ് സംഭാവന ചെയ്തിട്ടുള്ളത് കൊണ്ടുകൂടിയാണ്, അവരുടെ സമർപ്പണം കൊണ്ടുകൂടിയാണ് ഇത് ഏറ്റെടുത്ത് ഒരു ഒരുമയോടെ നടത്തുവാൻ ക്ഷേത്രയോഗം ട്രസ്റ്റിന് കഴിയുന്നത്. ഈ സമൂഹ വിവാഹം 7 ജോഡി വധൂവരന്മാർ വിവാഹിതരാകുന്നു എന്നതിനപ്പുറം 14 കുടുംബങ്ങളുടെ സംഗമമാണ്. ആ 14 കുടുംബങ്ങൾ ഒരു വിവാഹം എങ്ങനെ നടത്തുമോ, അതിനെന്തെല്ലാം കാര്യങ്ങൾ അവർ സംഘടിപ്പിക്കുമോ, അതിന് ഒരു കുറവും വരുത്താതെ അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും കൂടിയാണ് ഈ വിവാഹം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവർക്കാവശ്യമായ വിവാഹ വസ്ത്രങ്ങൾ, അവർക്കാവശ്യമായ ആഭരണങ്ങൾ, അവർക്കാവശ്യമായ വിവാഹ ഹാരങ്ങൾ, സ്വീകരണ പരിപാടികൾ, അതുപോലെ തന്നെ വിവാഹ സദ്യ. നമ്മുടെയൊക്കെ വീടുകളിൽ എങ്ങനെ വിവാഹ സദ്യ നടത്തുമോ അതേപോലെ 3 കൂട്ടം പ്രഥമൻ ഉൾപ്പെടെയുള്ള വിവാഹ സദ്യ ഉൾപ്പെടെയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ക്ഷേത്രയോഗം ട്രസ്റ്റും ഉത്സവ സംഘാടക സമിതിയും സംയുക്തമായി ഇക്കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാർച്ച് 2 വൈകുന്നേരത്ത് നമ്മുടെ കാവ്യസന്ധ്യയാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും രാജീവ് ആലിങ്കലും ഒക്കെ പങ്കെടുക്കുന്ന കാവ്യസന്ധ്യ. മാർച്ച് 2 തന്നെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കളമെഴുത്ത് പാട്ടും നടക്കുക. ശരിക്കും ഇത് മാർച്ച് 3 നിശ്ചയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ചന്ദ്രഗ്രഹണം വന്നു ഭവിച്ചതിനാൽ മാർച്ച് 2 വൈകുന്നേരത്തേക്ക് അത് ഞങ്ങൾ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാർച്ച് 5 ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രയോഗം ട്രസ്റ്റിനെ ഏതാണ്ട് 10-40 കൊല്ലക്കാലം മുന്നിൽ നിന്ന് നയിച്ച പ്രശോഭൻ സാറിൻ്റെ സ്മരണയ്ക്കായിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള പ്രശോഭൻ സ്മാരക അവാർഡ് 50,001 രൂപയും പ്രശംസപത്രവും ഫലകവും നമ്മുടെ ആർട്ടിസ്റ്റ് അജയ് പാരിപ്പള്ളി രൂപകൽപ്പന ചെയ്ത ഫലകവും ഉൾപ്പെടുത്തിയാണ് ഈ അവാർഡ് നൽകുന്നത്. ഇത്തവണത്തെ അവാർഡിന് അർഹനായിട്ടുള്ളത് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ശ്രീ VK സുരേഷ് ബാബു കണ്ണൂർ ആണ് ഇത്തവണത്തെ അവാർഡിന്. അതോടൊപ്പം ഈ പ്രാവശ്യം മുതൽ ക്ഷേത്രയോഗം ട്രസ്റ്റ് 2 അവാർഡുകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പൂർവികരായിരുന്ന ശ്രീ കൊടിമൂട്ടിൽ P. വേലുവിൻ്റെ സ്മരണാർത്ഥം ഏറ്റവും മികച്ച ആധ്യാത്മിക പ്രവർത്തകന് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഇത്തവണ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠനാണ് അർഹത നേടിയിട്ടുള്ളത്. അതുപോലെ ഏറ്റവും മികച്ച നിയമജ്ഞന് നൽകുന്ന അവാർഡ് സദാനന്ദൻ സ്മാരക അവാർഡ് ഇത്തവണ അഡ്വക്കേറ്റ് ബാലഗോവിന്ദൻ, ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റായ ബാലഗോവിന്ദൻ സാറിനാണ് നൽകുന്നത്. ഈ ചടങ്ങുകളെല്ലാം മാർച്ച് 5 വൈകുന്നേരം 6:30 മണിക്ക് നടക്കും. ആ ചടങ്ങിൽ വെച്ച്
ശ്രീ NK പ്രേമചന്ദ്രൻ MP ആണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഇനി വരുന്നത് മാർച്ച് 6 തീയതി നടക്കുന്ന ദേശപ്രദക്ഷിണം. അത് പുളിമൂട്ടിലമ്മയുടെ ഉത്സവ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുളിമൂട്ടിലമ്മയുടെ ജീവത 4 പ്രധാന ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി ആ ക്ഷേത്രങ്ങളിൽ നിന്ന് വിവിധങ്ങളായ സ്വീകരണങ്ങളേക്ക് വാങ്ങിക്കൊണ്ട് എല്ലാ ഘോഷയാത്രകളും കൂടി ഒരുമിച്ച് കിഴക്കനെ കുളമട ജവഹർ ജംഗ്ഷനിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സംഗമിക്കുകയും അവിടെ നിന്ന് ഒറ്റ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയും ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ അൻപൊലി സമർപ്പണം നടത്തുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കൊടുമൂട്ടിലമ്മ നാടിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച് ഭക്തർക്ക് ദർശനം നൽകി അനുഗ്രഹവർഷം ചെയ്യുന്ന അത്യപൂർവമായ, ഇത് ശരിക്കും മധ്യ കേരളത്തിൽ മാത്രമാണ് ജീവത എഴുന്നള്ളത്ത് കണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മുടെ നാട്ടിലേക്ക് പോയി കൊണ്ടുവരാനുള്ള ശ്രമം ഈ നാടുകളെ, ഈ ആളുകളെ, ഈ ക്ഷേത്രങ്ങളെ ഒരുമിപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഞങ്ങൾ ഇതിൽ കണക്കാക്കുന്നത്. മാർച്ച് 6 നടക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും അത്യാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാർച്ച് 6 തന്നെയാണ് പടയണി നടക്കുന്നത്. രാത്രി 10 മണി മുതൽ കുളമട വേഷം അവതരിപ്പിക്കുന്ന പടയണി കടമ്മനിട്ട ഗോത്രകലാകളരി സംഘമാണ് അത് നേതൃത്വം നൽകുക. കുളമട ദേശത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കാതിരിക്കാൻ വയ്യ. ഈ പടയണി ആ നാടിൻ്റെ ആത്മാവാണ്, പ്രകൃതിയുടെ സത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പടയണിയെ ഏറ്റെടുക്കാൻ തികച്ചും ഗ്രാമീണ പാരമ്പര്യമുള്ള നമ്മുടെ കുളമടത്തെ ക്ഷേത്രത്തിൽ നിന്ന്, കാവടിക്കോണം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന പടയണി ശരിക്കും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് പറയാനാവില്ല. അതും വളരെ ഗംഭീരമായി സംഘടിപ്പിക്കുന്ന ആ കുളമട ദേശത്തെ സുഹൃത്തുക്കളെ ഞാൻ മനസ്സാ അഭിനന്ദിക്കുന്നു. ഇനി നമ്മുടെ ക്ഷേത്ര സംബന്ധമായി പറയുകയാണെങ്കിൽ നിരവധികളായ കലാപരിപാടികൾ, 3 പ്രൊഫഷണൽ ഗാനമേള, 1 നാടൻ പാട്ട്, 2 മ്യൂസിക് ബാൻഡുകൾ, ഇങ്ങനെ ആ തരത്തിലുള്ള പരിപാടികൾ. ക്ലാസിക് കലകളായ കഥകളി ആദ്യ ദിവസം ഈ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നു. എല്ലാ ദിവസവും 1ാമത്തെ വേദിയിൽ വിവിധങ്ങളായ സംഗീത നൃത്ത പരിപാടികൾ നടക്കുന്നു. ഇതിനെല്ലാം പുറമേ ഞങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12:30 മുതൽ നടക്കുന്ന അറിയാനും അറിയിക്കാനും എന്ന പേരിലുള്ള പ്രഭാഷണ പരമ്പരകളാണ്. വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിദഗ്ധരായ ആളുകൾ നിന്ന് നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന ഈ പരിപാടിയും ഇതിനകം തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, ഈ പൊങ്കാല ദിവസം മുതൽ അടുത്ത 9 ദിവസങ്ങളിൽ തുടർച്ചയായി 9 ദിവസങ്ങളിൽ ഇവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും പടുക്ക ഘോഷയാത്ര ഉണ്ടായിരിക്കും. അവസാന ദിവസം വെളുപ്പിന് 4 മണിക്ക് ഉരുൾ ഘോഷയാത്രയും വന്നു ചേരും. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി, അതായത് ഞായറാഴ്ച മാർച്ച് 8 തീയതി രാത്രി 11:45 പൊങ്കലും കുരിശിയും കഴിഞ്ഞ് കൊടിയിറക്കി കുടുംബക്കാരണവരും പരിവാരങ്ങളും കെട്ടുകെട്ടി ഇരുമുടിക്കെട്ടുമായി മണ്ടയ്ക്കാട് ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടുന്ന ആ പഴയ പാരമ്പര്യം അതേപോലെ പിന്തുടരുകയും ചെയ്യും. ഇത്തരം ബൃഹത്തായ പരിപാടികളിൽ ഈ നാട്ടിലെ ബഹുജനങ്ങൾ, വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, സുമനസ്സുകൾ എല്ലാവരുടെയും ഐക്യത്തോടെയുള്ള ഒരുമയോടുകൂടിയുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആ സഹകരണം മേലിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യമാണ് ഗജമേള. 17 പരം ഗജവീരന്മാരാണ് അന്നിവിടെ അണിനിരക്കുന്നത്. അതിന് മേളത്തിൽ വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ രാജീവ് കുടവട്ടൂരും സംഘവുമാണ്. ഏഷ്യാടി ശശിമാരും വിനോദ്മാരും ഒക്കെ അതിനോടൊപ്പം ആ താളപ്പെരുമയിൽ, ആ മേളപ്പെരുമയിൽ അദ്ദേഹത്തിനോടൊപ്പം അവരുമുണ്ടാകും. ഇതൊക്കെ കാണാനും കേൾക്കാനും ആഘോഷിക്കാനും ആസ്വദിക്കാനും ഇന്നാട്ടിലെ ബഹുജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും സഹകരണവും സന്മനസ്സും സമർപ്പണങ്ങളും ഒക്കെ ഈ മഹാസംരംഭത്തിനുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഉത്സവമല്ല, ഇതൊരു നാടിൻ്റെ ലഹരിയാണ്. ആ ഉത്സവ ലഹരി ആവോളം ആസ്വദിക്കാൻ നിങ്ങളെല്ലാവരെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ നിയമവ്യവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ക്ഷേത്ര കമ്മിറ്റി ഉൾക്കൊള്ളേണ്ട അനിവാര്യതയാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ 10 മണി സമയം പറഞ്ഞു, 10-10:30 സമയം ഇപ്പോൾ തന്നിരിക്കുന്നത്. പക്ഷേ ചില ക്ഷേത്രങ്ങൾക്ക് 11 മണി വരെ
നിയമം അനുശാസിക്കുന്നുണ്ട്. കാരണം ആ ക്ഷേത്രങ്ങൾ ചെറിയ ക്ഷേത്രങ്ങളായിരിക്കും. ഈ ചെറിയ ക്ഷേത്രങ്ങൾ പ്രോഗ്രാമുകളുടെ എണ്ണം കുറവും ദൈനംദിന ദൈർഘ്യവും കുറവുമായിരിക്കും. അപ്പം 3 ദിവസത്തെ പരിപാടി ആണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ കോടതി അനുവദിച്ചേക്കാം. പക്ഷേ നമ്മളെപ്പോലുള്ള വലിയ ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ്. ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാകുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമപരിമിതികളും അതനുസരിച്ചുള്ള പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൽ സർക്കാർ പറയുന്ന എല്ലാ നിയമ നടപടികളും അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിൽ നാളെ ഇതുവരെയും അത് പ്രോഗ്രാം ആണെങ്കിലും ഗജമേളയാണെങ്കിലും സർക്കാർ അനുശാസിക്കുന്ന നിയമത്തിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ചെറിയ വിശദീകരണം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എനിക്ക് നൽകാനുണ്ട്. കാരണം ഈ സർക്കാരിൻ്റെ നിയന്ത്രണം രാത്രി 10 മണി വരെ മാത്രമേ ശബ്ദം ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അനുവദനീയമായ അളവിലുള്ള ശബ്ദം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് താങ്കൾ ആദ്യം ചോദിച്ചതുപോലെ വിവേചനമാണോ എന്ന് ചോദിച്ചാൽ വിവേചനമാണ്. മറ്റു പല കാര്യങ്ങൾക്കും ഇല്ലാത്ത നിയന്ത്രണമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയം അങ്ങനെ നിൽക്കുമ്പോഴും സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളെ ഒരു പാലിക്കാൻ ബാധ്യതപ്പെട്ട പ്രസ്ഥാനമെന്ന നിലയിൽ അതിനോട് ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 2 വേദികൾ സൃഷ്ടിച്ച് 5 മുതൽ 8 വരെ ഒരു വേദിയിലും 8 മുതൽ 10 വരെ രണ്ടാമത്തെ വേദിയിലും എന്ന് പ്രോഗ്രാം ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വേദിയിൽ വരുന്നവർക്ക് നേരത്തെ തന്നെ വന്നെല്ലാം സെറ്റാക്കി കൃത്യം 8 മണിക്ക് അവർക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. 10 മണി എന്നുള്ള ആ നിയമപരിധി നമ്മൾ കൃത്യമായി പാലിക്കുകയും ചെയ്യും. നിയമം മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യർ നിയമങ്ങൾക്ക് വേണ്ടിയല്ല. നിയമം മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ വസ്തുത നമ്മുടെ ഭരണകൂടങ്ങൾ മനസ്സിലാക്കി ഇതിന് ആവശ്യമായ ഭേദഗതി ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം നടക്കുന്നത്. ഇതിലെ ഭാഗമായി 27ഓളം സബ് കമ്മിറ്റികൾ തന്നെ ഉണ്ട്. അന്നദാനത്തിന് സബ് കമ്മിറ്റി ഉണ്ട്, പൊങ്കാലയ്ക്ക് സബ് കമ്മിറ്റി ഉണ്ട്, കൊടിയേറ്റിന് സബ് കമ്മിറ്റി ഉണ്ട്. അതേണെങ്കിൽ വിവിധങ്ങളായ പല പരിപാടികളിലും സബ് കമ്മിറ്റികളും അതിൻ്റെ കൺവീനർമാരും കൂടിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 320ഓളം കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അത് കണക്ക് 100 പല എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തി ഒരാളെ കൊണ്ട് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ വിഭാഗങ്ങളായിട്ട് തിരിച്ച് അതിനെ ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന എല്ലാ കലാരൂപങ്ങളും ഇവിടെ ഈ കൊടുമുടിലമ്മയുടെ തിരുമുമ്പിൽ അലങ്കാരമുണ്ട്. പടയണി വരുന്നുണ്ട്, മുടിയേറ്റ് നടക്കുന്നുണ്ട്, കളമെഴുത്തും പാട്ടും വരുന്നുണ്ട്, ദേശപ്രദർശനം നടക്കുന്നുണ്ട്, തോറ്റപ്പാട്ട് നടക്കുന്നുണ്ട്. 5ഓളം കലാരൂപങ്ങൾ, ക്ഷേത്രകലകൾ ഈ ക്ഷേത്രത്തിലെ മാത്രം അവകാശപ്പെടുന്ന പ്രത്യേകത തന്നെയാണ്. സജ്ജീകരണങ്ങളെല്ലാം ഏകദേശം ഇപ്പോഴത്തെ സജ്ജീകരണങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. വൈദ്യുത ദീപാലങ്കാരത്തിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഗജമേളയെ സംബന്ധിച്ചിടത്തോളം ഗജമേളയുടെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം 9 ആനപ്രേമി സംഘങ്ങളുണ്ട്. അവരുടെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ ഉത്സവം വലിയ രീതിയിലുള്ള ഉത്സവം തന്നെയായിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. അതുകുന്നങ്ങളുമല്ലോ കാണുന്നതോ ഈഴോത്തി വാഴുന്ന പൊന്നങ്കയുടെ മധുകുന്നങ്ങളുമല്ലോ കാണുന്നതോ ഇരുമണ്ണങ്ങളുമല്ലോ കണ്ട